നമസ്കാരം. നവീൻ ഇൻസ്പയേഴ്സ് ദ ട്രാൻസ്ഫോർമേഷണൽ കോച്ച്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നേതൃത്വത്തിന്റെ 6 നിയമങ്ങളാണ്. നിങ്ങളുടെ മേഖലയിൽ, അത് നിങ്ങളുടെ ബിസിനസ്സിലാണെങ്കിലും, നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിലാണെങ്കിലും, നിങ്ങളൊരു പ്രൊഫഷണൽ ആണെങ്കിലും, അവിടെ ഒരു നേതാവായി മാറാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ നേതൃത്വ ഗുണം വർദ്ധിപ്പിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പാലിക്കേണ്ട 6 നിയമങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ലോകത്തിലെ മഹാന്മാരായ എല്ലാ നേതാക്കളുടെ ക്യാരക്ടേഴ്സ് എടുത്തു കഴിഞ്ഞാലും ആ വ്യക്തിത്വങ്ങളുടെ പിറകിൽ അവരൊക്കെ പാലിച്ച ഒരു 6 നിയമങ്ങളാണ് ഈ 6 നിയമങ്ങൾ. നമ്പർ 1, ലോ ഓഫ് നാവിഗേഷൻ. നാവിഗേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു കപ്പല് യാത്ര തിരിക്കുന്ന സമയത്ത് ആ കപ്പല് ലക്ഷ്യസ്ഥാനത്തേക്ക് കൃത്യമായി റൈഡ് ചെയ്ത് പോകുന്ന ആ പ്രോസസിനെയാണ് നാവിഗേറ്റ് ചെയ്യുക അല്ലെങ്കിൽ നാവിഗേഷൻ നമ്മൾ പറയുന്നത്. കൃത്യമായി നാവിഗേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ എങ്ങോട്ടാണോ യാത്ര പോകേണ്ടത് ആ യാത്രയുടെ പ്രധാനപ്പെട്ട അമരക്കാരനായി മുന്നിൽ നിന്ന് നയിക്കാൻ കെൽപ്പുള്ള വ്യക്തിയായിരിക്കും ലീഡർ എന്ന് പറയുന്നത്. കൂടെയുള്ള കുറെ ആളുകളെ ഓരോ സ്ഥലങ്ങളിലേക്ക് പറഞ്ഞു വിട്ട് പിറകിലിരുന്ന് ഇതൊക്കെ കാണുന്ന വ്യക്തി ആയിരിക്കില്ല, മറിച്ച് മുൻപിൽ നിന്ന് നയിക്കാനുള്ള കപ്പാസിറ്റി പ്രൂവ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും ലീഡർ എന്ന് പറയുന്നത്. പലപ്പോഴും നിങ്ങൾ ചെയ്യുന്ന മേഖലയിൽ, ഇപ്പൊ സെയിൽസിലാണെങ്കിൽ നിങ്ങൾ തന്നെ ആ സെയിൽസ് ചെയ്ത് കാണിച്ചു കൊടുത്ത കൂടെയുള്ള ആളുകളെ കൃത്യമായ രീതിയിൽ കൊണ്ടുപോകുന്നതും കൂടെയുള്ള ആളുകളെ നിർബന്ധിച്ച് അവരെ കൊണ്ട് സെയിൽസ് ചെയ്യിപ്പിക്കുന്ന തമ്മിൽ വ്യത്യാസമുണ്ട്. നിങ്ങളൊരു ലീഡർ ആണെങ്കിൽ, ഒരു നേതാവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കൃത്യമായി ചെയ്ത് കാണിച്ചിട്ടായിരിക്കും കൂടെയുള്ള ആളുകളെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നത്. നിങ്ങൾ ഏത് മേഖല വേണമെങ്കിലും എടുത്തോളൂ, ഈ ലോ ഓഫ് നാവിഗേഷൻ എന്നുള്ളത് ലീഡറുടെ പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റിയാണ്, ലീഡർ പാലിച്ചിരിക്കേണ്ട 1ാമത്തെ നിയമമാണ്. 2, ലോ ഓഫ് കണക്ഷൻ. ഒരു മികച്ച നേതാവിനെ സംബന്ധിച്ച് തന്റെ കൂടെ വർക്ക് ചെയ്യുന്ന വ്യക്തികളുടെ അടുത്ത്, അല്ലെങ്കിൽ തന്റെ കൂടെ എന്ത് നാവിഗേഷനിൽ എന്ത് ലക്ഷ്യം വെച്ചാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിനായി കൂടെ ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ആ വ്യക്തികളുമായി ഹൃദയപരമായ ഒരു ബന്ധമുള്ള വ്യക്തിയായിരിക്കും മികച്ച നേതാവ്. തന്റെ കൂടെയുള്ള ഒരാളുടെ മുഖത്ത് ചെറിയൊരു മാറ്റം വന്നാൽ എന്താണ് അതിന്റെ പിന്നിലെ കാരണമെന്ന് മനസ്സിലാക്കാനും അതിനെ കവർ ചെയ്യാനുള്ള സ്റ്റെപ്സ് എടുക്കാനുമുള്ള കെൽപ്പുള്ള വ്യക്തിയായിരിക്കും മികച്ച നേതാവ് എന്ന് പറയുന്നത്. നമ്മളോടൊപ്പം ഒരു 30 പേരുടെ ടീമുണ്ട്, അല്ലെങ്കിൽ ഒരു 300 പേരുടെ ടീമുണ്ട്, അല്ലെങ്കിൽ ഒരു 3 പേരുടെ ടീം ഉണ്ടെങ്കിൽ ഈ ടീമിലെ ഓരോ വ്യക്തികളെയും കൃത്യമായി മനസ്സിലാക്കുക, അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളത് ഒരു നേതാവിന്റെ ക്വാളിറ്റി തന്നെയാണ്. അതിന് അദ്ദേഹത്തിന് വേണ്ട സ്കില്ല് എംപതിയാണ്, കൂടെയുള്ള ആളുടെ മാനസികാവസ്ഥയിൽ നിന്ന് ചിന്തിക്കാനുള്ള കപ്പാസിറ്റിയാണ്. അപ്പോൾ ഒരു പ്രൊഫഷണൽ ലെവലിൽ മുന്നോട്ട് പോണ സമയത്ത് കൂടെയുള്ള ആളുകൾ മെഷീൻസ് അല്ല എന്നും അവർ മനുഷ്യരാണെന്നും അവരുടെ ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ള പ്രൊഡക്ടിവിറ്റി പുറത്തു വരണമെങ്കിൽ ആ വ്യക്തികൾക്ക് സ്ഥിരമായ ഒരു മനോനില വേണമെന്നും അതിനെന്തൊക്കെ തന്റെ ഭാഗത്തുനിന്ന് ചെയ്യണമെന്നും ഈ തിരക്കുകൾക്കിടയിലും ചിന്തിക്കുകയും അതിനുവേണ്ട സ്റ്റെപ്സ് എടുക്കുകയും ചെയ്യുന്ന ആളായിരിക്കും ഒരു മികച്ച നേതാവ് എന്ന് പറയുന്നത്. 3, ദ ലോ ഓഫ് ബിഗ് മോ എന്ന് പറഞ്ഞാൽ ഒരു ബിഗ് മൊമെന്റം ക്രിയേറ്റ് ചെയ്യുന്ന വ്യക്തിയായിരിക്കും. ഒരു നേതാവിന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ആരാന്ന് ചോദിച്ചാൽ മൊമെന്റം ആയിരിക്കും. എന്താ മൊമെന്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? മൊമെന്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുൻപോട്ട് പോകുന്ന ആ ഒരു പെർട്ടിക്കുലർ ഫോഴ്സിൽ, നമ്മളുടെ മാസിന്റെ വെലോസിറ്റി എടുത്ത് ആ ഒരു ഫോഴ്സിൽ നമ്മൾ മുന്നോട്ട് പോണ സമയത്ത് എത്ര വലിയ പ്രതിബന്ധം വന്നാലും അതിനെയൊക്കെ ഇടിച്ചു തകർത്ത് മുൻപോട്ട് പോകാനുള്ള കപ്പാസിറ്റിയാണ് ഈ മൊമെന്റം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഒരു നേതാവിനെ സംബന്ധിച്ച് കൂടെയുള്ള ആളുകൾ വലിയ പ്രശ്നമായി പറയുന്ന പല കാര്യങ്ങളും നിസ്സാരമായി പരിഹരിക്കാൻ കഴിയുന്നതിന്റെ കാരണവും ഈ വ്യക്തിയുടെ മൊമെന്റം തന്നെയാണ്. അപ്പൊ ഒരു നേതാവിന് കാര്യങ്ങൾ ചെയ്ത് മുൻപോട്ട് പോകുന്നതിന്റെ ചടുലത, ഈ ചടുലത ഉള്ളതുകൊണ്ട് തന്നെ വളരെ സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങളെ വളരെ ഈസി ആയി തന്നെ കവർ ചെയ്ത് മുൻപോട്ട് പോകാൻ കഴിയും. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു വണ്ടി ഓടിക്കുകയാണ്, ആ വണ്ടിയുടെ ഫ്രണ്ടിൽ ഒരു കല്ല് അടവച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ മുൻപോട്ട് പോകാൻ പറ്റണമെന്നില്ല. പക്ഷെ ആ വണ്ടി നല്ല ഫോഴ്സിൽ വരികയാണെങ്കിൽ മുന്നിൽ ഒരു മതിൽ കെട്ടിയിട്ടാലും നമുക്ക് ഇടിച്ച് മുൻപോട്ട് പോകാൻ കഴിയും. ഈ ഒരു ഫോഴ്സ് ഒരു നേതാവിനുണ്ട്. അദ്ദേഹത്തിന്റെ നോട്ടത്തിലാണെങ്കിലും അദ്ദേഹത്തിന്റെ നടപ്പിലാണെങ്കിലും ചിന്തകളിലാണെങ്കിലും ഒക്കെ തന്നെ ഈ ഒരു ഫോഴ്സ് ഇന്റൻഷനലി തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കപ്പാസിറ്റിയാണ്. അപ്പോ മൊമെന്റം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ, എത്ര വലിയ പ്രതിസന്ധിയെയും തരണം ചെയ്ത് മുൻപോട്ട് പോകാനുള്ള കപ്പാസിറ്റി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ പ്രവർത്തിച്ചാൽ ശക്തി താനേ വരും എന്ന് പറഞ്ഞതുപോലെ ഈ സ്ഥിരമായ രീതിയിൽ പ്രവർത്തിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഒരു നേതാവിന് അനിവാര്യമാണ്. അതാണ് ലോ ഓഫ് ബിഗ് മോ അല്ലെങ്കിൽ ബിഗ് മൊമെന്റം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. 4, ലോ ഓഫ് ഇന്നർ സർക്കിൾ. ലോ ഓഫ് ഇന്നർ സർക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു നേതാവിന്റെ വാല്യൂ ഡിസൈഡ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഫാക്ടർ ആയിരിക്കും അദ്ദേഹത്തിന് ആരൊക്കെയായിട്ടാണ് കണക്ഷൻ ഉള്ളത്, ആരൊക്കെയായിട്ടാണ് അസോസിയേഷൻ എന്നുള്ളത്. അദ്ദേഹത്തിന്റെ ഇന്നർ സർക്കിളിൽ വളരെ സ്ട്രെങ്ത് ഉള്ള, കപ്പാസിറ്റി ഉള്ള, കോമ്പീറ്റൻസി ഉള്ള, പൊട്ടൻഷ്യൽ ഉള്ള വ്യക്തികളാണ് ഉള്ളതെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്കവിടെ മനസ്സിലാക്കാൻ കഴിയും ഈ മനുഷ്യൻ ചില്ലറക്കാരനല്ല.
അപ്പൊ ഒരു നേതാവിന്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റിയാണ് അദ്ദേഹത്തിന്റെ അസോസിയേഷൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നെറ്റ്വർക്ക്സ് എന്ന് പറയുന്നത്. ഒരാളുടെ നെറ്റ് വർത്ത് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ നെറ്റ് വർക്കിനനുസരിച്ചായിരിക്കും നമ്മൾ പറയാറുണ്ട്. അതായത് എന്താണ് അദ്ദേഹത്തിന് ആകെ തുകയായി മൊത്തം സമ്പാദ്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ക്രിയേറ്റ് ചെയ്ത ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലാണെന്ന് പറയുന്നുണ്ട്. അതേപോലെ ഒരു നേതാവിന്റെ ഫോഴ്സും നേതാവിന്റെ പവറും അദ്ദേഹത്തിന്റെ ഇന്റൻഷനാലിറ്റിയും ഇതൊക്കെ തന്നെ ആരോട് അസോസിയേറ്റ് ചെയ്യുന്നു എന്നതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഒരു നേതാവ് എപ്പോഴും വളരെ കരുത്തരായ കൃത്യമായ വീക്ഷണമുള്ള വ്യക്തിത്വങ്ങളുമായിട്ടാണ് സമ്പർക്കം പുലർത്തുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ നേതാവ് ഒരു മികച്ച നേതാവാകുകയും എന്ത് ലക്ഷ്യത്തിനാണോ ഇറങ്ങി തിരിച്ചത് അത് നടപ്പിലാക്കാനുള്ള കപ്പാസിറ്റി ഉള്ള വ്യക്തിയായിട്ട് ഇരിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇതാണ് പ്രധാനപ്പെട്ട നേതൃത്വത്തിന്റെ അടുത്ത നിയമം, ദ ലോ ഓഫ് ഇന്നർ സർക്കിൾ. 5, ദ ലോ ഓഫ് മാഗ്നറ്റിസം. ലോ ഓഫ് മാഗ്നറ്റിസം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നേതാക്കന്മാർ ആരും തന്നെ കുറെ ആളുകളെ കൂടെ വിളിച്ചു ചേർത്ത് തന്നോടൊപ്പം ഞാൻ നേതാവാണ്, നിങ്ങളാണ് എന്റെ ഫോളോവേഴ്സ് എന്ന് പറഞ്ഞ് നടത്തുന്നവരല്ല. മറിച്ച് കൃത്യമായ ഒരു പർപ്പസിലേക്ക് ഇറങ്ങിത്തിരിക്കുന്ന സമയത്ത് ഈ നേതാവിനുള്ള ചില സവിശേഷ ഗുണങ്ങൾ മൂലം ആളുകൾ ഈ വ്യക്തികളുടെ ഫോളോവേഴ്സായി മാറുന്നതാണ്. ശരിയല്ലേ? അപ്പൊ ഒരു നേതാവ് മുൻപോട്ട് പോകുന്ന സമയത്ത് അത് ഒരു മാഗ്നറ്റ് പോലെയാണ്. അദ്ദേഹത്തിലേക്ക് ആളുകളെ അട്രാക്ട് ചെയ്യാനുള്ള ആയിരക്കണക്കിന് ക്വാളിറ്റീസ് ഉള്ള മനുഷ്യനാകുന്ന ഒരു മാഗ്നറ്റ്. അപ്പൊ നമുക്കും ഒരു മികച്ച നേതാവാകണമെന്നുണ്ടെങ്കിൽ നമ്മളിൽ ഒരു ക്വാളിറ്റി ഉണ്ടാക്കിയോണ്ട് കാര്യമില്ല. ഒരു ക്വാളിറ്റി നമ്മൾ വളരെ നല്ല രീതിയിൽ ക്രിയേറ്റ് ചെയ്യണം. അതിനോടൊപ്പം തന്നെ അനവധി ക്വാളിറ്റികൾ, മറ്റുള്ള ആളുകൾ നമ്മളിലേക്ക് അട്രാക്റ്റഡ് ആവുന്ന രീതിയിലുള്ള നിരവധി ക്വാളിറ്റീസ്, നിരവധി വാല്യൂസ് ഇതൊക്കെ ഉള്ളൊരു വ്യക്തിയാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ധാരാളം ഫോളോവേഴ്സ് അവിടെ ക്രിയേറ്റഡ് ആയി മാറും. അപ്പൊ മികച്ച നേതാവാകണമെങ്കിൽ മാഗ്നറ്റിക്കൽ ആയിട്ടുള്ള കരിസ്മാറ്റിക് ആയിട്ടുള്ള ചില കപ്പാസിറ്റികൾ നമ്മൾ ഓരോരുത്തരും ഡെവലപ്പ് ചെയ്യാനായി മനഃപൂർവ്വമായി തന്നെ ശ്രമിക്കേണ്ടതുണ്ട്. നമ്മളത് ചെയ്യാൻ തയ്യാറാണെങ്കിൽ, ഇഫ് യു ആർ റെഡി ടു വർക്ക്, നിങ്ങളുടെ തന്നെ കപ്പാസിറ്റീസിനെ കൂടുതൽ മൾട്ടി ടാലന്റഡ് ആക്കി മാറ്റാൻ തയ്യാറാണെങ്കിൽ ഐ ആം റെഡി എന്ന അർത്ഥം വരുന്ന രീതിയിൽ IR എന്നൊന്ന് കമന്റ് ചെയ്തേക്കുക. 6, ലോ ഓഫ് സാക്രിഫൈസ്. ഞാൻ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യുള്ളൂ, എന്റേതായിട്ടുള്ള രീതിയിലേ ഞാൻ കാര്യങ്ങൾ ചെയ്തു പോവുകയുള്ളൂ, എനിക്ക് എന്റെ പേഴ്സണൽ കാര്യമുള്ള സമയത്ത് ലക്ഷ്യത്തിന്റെ പുറകെ നടക്കാൻ വയ്യ, നിങ്ങൾ വേണേ വർക്ക് ചെയ്യ് എന്ന് പറയുന്നവൻ നേതാവല്ല. സാക്രിഫൈസ് എടുക്കാൻ തയ്യാറാവുന്നതിനെയാണ് ലീഡർ എന്ന് വിളിക്കുന്നത്. മറ്റുള്ള ആളുകളൊക്കെ ഉറങ്ങുന്ന സമയത്തും ലക്ഷ്യത്തിന് വേണ്ടി പോരാടുകയും പണിയെടുക്കുകയും ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് ലീഡർ അല്ലെങ്കിൽ നേതാവ് എന്ന് പറയുന്നത്. അത്ര കണ്ട് ആ ഒരു ലക്ഷ്യവും ലീഡറും തമ്മിൽ നോക്കിയാൽ രണ്ടും ഒന്നാണെന്ന് തോന്നിപ്പോകുന്ന രീതിയിലായിരിക്കും ആ വ്യക്തിയുടെ പ്രവർത്തനം. അതിനുവേണ്ടി എത്ര പെയിൻ എടുക്കാനോ, എത്ര സാക്രിഫൈസ് എടുക്കാനോ, എത്ര കഷ്ടപ്പെടാനോ, എന്തൊക്കെ മാറ്റി വെക്കാനോ ഈ മനുഷ്യൻ തയ്യാറായിരിക്കും. അദ്ദേഹത്തിന് കൈ വയ്യ, കാല് വയ്യ എന്നൊന്നും പറഞ്ഞ് അദ്ദേഹം പർപ്പസിന് വേണ്ടി ഇറങ്ങിത്തിരിക്കേണ്ട ദിവസങ്ങളെ മാറ്റിവെക്കില്ല. മറിച്ച് ഇതൊക്കെ വച്ചുകൊണ്ട് തന്നെ ശക്തമായി മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പോ മികച്ച നേതാവാകണമെങ്കിൽ, നേതാവ് എന്ന് പറയുമ്പോൾ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന വ്യക്തിയാണ്, എല്ലാവരും കൈയടിക്കണ, എല്ലാവരും റെസ്പെക്ട് ചെയ്യണ ഒരു വ്യക്തിത്വമാണ്. പക്ഷെ അതിന്റെ പിറകില് ഒട്ടനവധി ദിനരാത്രങ്ങളിലെ സാക്രിഫൈസ് ഉണ്ട്. ഇതാണ് 6ാമത്തെ നിയമം, ദ ലോ ഓഫ് സാക്രിഫൈസ്. ഈ 6 നിയമങ്ങളും നിങ്ങളുടെ മേഖലയിൽ നിങ്ങൾക്കൊരു മികച്ച ലീഡർ ആവാൻ ആഗ്രഹമുണ്ടെങ്കിൽ കാത്തു സൂക്ഷിക്കുന്നത് വളരെ നല്ലതാണ്. ഇതല്ലാതെ മറ്റെന്തെങ്കിലും ഒരു നിയമം നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ, ഒരു മികച്ച നേതാവാകണമെങ്കിൽ ഈ നിയമം കൂടി പാലിക്കണം എന്ന് നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ അതെന്താണെന്ന് കമന്റ് ചെയ്ത് ഒന്ന് അറിയിക്കണം. നിങ്ങളുടെ മേഖലയിൽ നിങ്ങൾക്കൊരു മികച്ച നേതാവായി മാറണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ കൂടെയുള്ള ആളുകളിൽ നേതൃത്വം വളർത്തണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ, ഒരു ലീഡർഷിപ്പ് ട്രാൻസ്ഫോർമേഷണൽ വർക്ക്ഷോപ്പ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ച് ബന്ധപ്പെടുക. ഇതേപോലുള്ള ഇൻസ്പിറേഷണലായ ട്രാൻസ്ഫോർമേഷണലായ വീഡിയോസ് കാണുന്ന ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക, ഓൾ ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുക. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വിഷിംഗ് യു ഓൾ ദി ബെസ്റ്റ്. NK signing off.